ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവിട്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ശ്രദ്ധയിലും പെടുത്താൻ പോവുകയാണ്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ 19-ാം തീയതി ജനറൽ ഡിസ്കഷൻ കഴിഞ്ഞു. അതിനെ തുടർന്ന് അതിൻ്റെ ഡിമാൻഡ് ഡിസ്കഷൻ ഈ 29-30 തീയതികളിൽ നിയമസഭയിൽ നടക്കേണ്ടതാണ്. 1-ാം തീയതി ഫിനാൻസ് ബില്ലിനെ സംബന്ധിച്ചും അപ്രോപ്രിയേഷൻ ബില്ലിനെ സംബന്ധിച്ചുമുള്ള ചർച്ച നടത്തി ബഡ്ജറ്റ് പാസ്സാക്കാനാണ് പോകുന്നത്. ഇതിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഭരണഘടന വിരുദ്ധ സമീപനവും നിയമസഭാ നടപടിക്രമങ്ങളുടെ ചട്ടലംഘനവും വളരെ പ്രകടമാണ്. ഇതിലെവിടെയും സബ്ജക്റ്റ് കമ്മിറ്റിക്ക് ഡിമാൻഡ് ഡിസ്കഷനോ അല്ലെങ്കിൽ ധനകാര്യ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസ്കഷനോ ശേഷം സമഗ്രമായ സ്ക്രൂട്ടിനി നടത്താൻ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുന്നില്ല. സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാതെ ഈ ബഡ്ജറ്റ് പാസ്സാക്കാൻ പറ്റില്ല. അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചട്ടം വെയ്വ് ചെയ്യാനുള്ള അധികാരം നിയമസഭയ്ക്കുണ്ട്. പക്ഷേ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനറൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിമാൻഡ് ഡിസ്കഷനെ തുടർന്ന് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാത്ത ഒരു പ്രീസിഡന്റ് മുമ്പില്ല. ഇപ്പോൾ 2016 ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ തുടർന്ന് ഈ കാര്യം വളരെ വ്യക്തമാക്കിയതാണ്. ഇതൊരു പുതിയ ബഡ്ജറ്റാണ്. LDF ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഒരു ബദൽ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബഡ്ജറ്റല്ല. സ്വകാര്യവൽക്കരണത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും ലിബറലൈസേഷൻ്റെയും ഭാഗമായിട്ടുള്ള കോർപ്പറേറ്റുകൾക്ക് പരിപൂർണമായും വിധേയമായ ഒരു ബഡ്ജറ്റാണിത്. LDF ഗവൺമെൻറ് രൂപം കൊടുത്ത ബഡ്ജറ്റിൽ നിന്ന് ഘടനയിലും ഉള്ളടക്കത്തിലും തുകയിലും മാറ്റം വന്നു. അപ്പം അതിനെ സപ്ലിമെൻ്ററി ചെയ്യുന്നൊരു ബഡ്ജറ്റല്ലിത്. തികച്ചും വ്യത്യസ്തവും വിഭിന്നവുമായ ഈ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ഈച്ച് ആൻഡ് എവരി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തറോ ഡിസ്കഷൻ നടത്താനുള്ള നിയമപരമായിട്ടുള്ള വേദി എന്ന് പറയുന്നത് സബ്ജക്റ്റ് കമ്മിറ്റിയാണ്. ആ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് ഇത് വിടാൻ പോകുന്നില്ല. നമ്പർ 1. നമ്പർ 2, ബഹുമാനപ്പെട്ട VM സുധീരൻ ഒരു കാര്യം വ്യക്തമാക്കി. ബഡ്ജറ്റിൻ്റെ ഭാഗമായി പ്രപ്പോസ് ചെയ്ത വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ധനബില്ലിൻ്റെ ഭാഗമായിട്ടുണ്ടാകാൻ പാടില്ല. അത് ധനബില്ലിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട VM സുധീരൻ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അതിന് ഇന്ന് തന്നെ പ്രതികരിക്കണം. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അദ്ദേഹം മുന്നിൽ വെച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ബഡ്ജറ്റിൻ്റെ മുമ്പേ നയപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ബഡ്ജറ്റിൻ്റെ ഭാഗമാക്കുന്നതിന് പകരം ബഡ്ജറ്റ് ഡിസ്കഷൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം ഇത് UDF റെഫർ ചെയ്യുന്നു. UDF എന്ന് പറയുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്നത് നിയമസഭയുടെ ഉൽപ്പന്നമേ അല്ല. നയപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ വ്യക്തത വരുത്തേണ്ടതാണ്.
ഇപ്പോൾ സാധാരണ നിലയിൽ ബഡ്ജറ്റിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു വിഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പോൾ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെയും അല്ലെങ്കിൽ വ്യാപാരി വ്യവസായികളുടെയും സംഘടനകളുടെ യോഗം പോലും പണ്ട് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ബഡ്ജറ്റിൻ്റെ മുമ്പേ നയപരമായിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. യുവാക്കളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ആ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ചർച്ച നടത്തി നയപരമായിട്ടുള്ളൊരു തീരുമാനം എന്നുള്ള നിലയിലാണ് ബഡ്ജറ്റിൻ്റെ ഭാഗമാക്കുന്നത്. ഇതാരോടും ചോദിക്കുന്നില്ല, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോട് ചോദിക്കുന്നില്ല, കോൺഗ്രസിനോട് ചോദിക്കുന്നില്ല, UDFിനോട് ചോദിക്കുന്നില്ല. എന്നിട്ട് നയം പ്രഖ്യാപിക്കുന്നു. ആ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ടാക്സും പ്രഖ്യാപിക്കുന്നു. ഇത് അതീവ ഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നം ഭരണഘടനാപരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് വ്യംഗ്യന്തരേണ ബഹുമാനപ്പെട്ട VM സുധീരൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് കോൺഗ്രസിനാണോ റെഫർ ചെയ്യേണ്ടത്? UDFിനാണോ റെഫർ ചെയ്യേണ്ടത്? ബഡ്ജറ്റിൻ്റെ ഭാഗമായി ഇത് റെഫർ ചെയ്യേണ്ടത് സബ്ജക്റ്റ് കമ്മിറ്റിക്കാണ്. സബ്ജക്റ്റ് കമ്മിറ്റിയാണ് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടത്. ഓരോ ഹെഡിനും വെച്ച പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് മതിയാകുമോ മതിയാകില്ലയോ, എന്തെങ്കിലും മാറ്റം വരണോ എന്ന് നിയമസഭയുടെ മിനിയേച്ചർ സ്വഭാവമുള്ള സബ്ജക്റ്റ് കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിച്ച് നിയമസഭയുടെ മുമ്പാകെ വെക്കുന്നതിന് പകരം അത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അത് വെയ്വ് ചെയ്യാൻ പോകുന്നു. ഇത് ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് മുൻ പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ കൂടി എൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കത്തെഴുതാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്പീക്കർ ഒരു രൂപത്തിലും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവാദം കൊടുക്കരുത്. അതിൻ്റെ ഏറ്റവും നല്ല ഗ്ലാരിങ് ആയിട്ടുള്ള ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട VS സുധീരൻ ഇന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു, എന്നാൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയല്ല കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ, പറയാതെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷ നിയമസഭയിൽ കൊണ്ടുവന്ന ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും സാധൂകരണം നൽകുന്നു എന്നുള്ളതാണ്. ജനങ്ങളെൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളിലേക്കൊന്നും ഇതെത്തിയിട്ടില്ല. ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37% വോട്ട് LDFിനുണ്ട്, 14% BJPക്കുണ്ട്, 51% വോട്ട് UDFിനെതിരാണ്. ജനങ്ങളിൽ 44% കോൺഗ്രസിനുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ തലയിൽ ഇതിടാൻ പാടില്ല. ഒരു രൂപത്തിലും കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ അനുവദിക്കില്ല. മദ്യത്തിൻ്റെ വ്യാപനം ശക്തിപ്പെടുത്താൻ അനുവദിക്കില്ല. അതിൻ്റെ തണലിൽ ഇവിടെ അധോലോകത്തിന് അഴിഞ്ഞാടാനുള്ള അവസരം നൽകില്ല. ശക്തമായ നിലപാടക്കാര്യത്തിൽ LDF എടുക്കും എന്നുള്ളത് LDFിൻ്റെ കൺവീനർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാങ്കേതികമായി ഭൂരിപക്ഷം കിട്ടി എന്നുള്ളത് കൊണ്ട് ജനങ്ങളെല്ലാം അപ്പുറത്താണ് എന്ന് ധരിച്ച് ഏകപക്ഷീയമായി ആർബിട്രറിയായി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അനുവദിക്കില്ല കേരളത്തിലെ ജനത. അതുകൊണ്ട് എടുത്ത തീരുമാനത്തിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണം. മാത്രവുമല്ല, ഈ ബഡ്ജറ്റിൻ്റെ നിയമപരമായ ഭരണഘടനാപരമായിട്ടുള്ള ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഭരണകക്ഷിയെ ഓർമ്മപ്പെടുത്താനുള്ള ബാധ്യത ബഹുമാനപ്പെട്ട സ്പീക്കർക്കുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അടിയന്തരമായും സ്പീക്കർ ഇത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.